തവള പഠിപ്പിച്ച പാഠം. മനോഹരമായൊരു വനപ്രദേശത്ത് ഒരു പൊയ്കയിൽ കുറേ തവളകൾ വളരെ സന്തോഷത്തോടെ അങ്ങനെ ആടിപ്പാടി ചാടി കളിച്ച് ജീവിക്കുകയായിരുന്നു. കുറച്ച് പേർ ഒത്തുചേർന്ന് കുറച്ച് ദൂരെയുള്ളൊരു സ്ഥലത്തേക്ക് പോകുവാൻ തീരുമാനിച്ചു. സുഖകരമായ ഒരു പ്രഭാതത്തിൽ സൂര്യരശ്മികൾ പ്രഭ വിതറി നിന്നപ്പോൾ കൂട്ടുകാരെല്ലാവരും ഒത്തുചേർന്ന് കാട്ടിലൂടെ ചാടി ചാടി യാത്ര തുടർന്നു. പെട്ടെന്ന് വഴിയരികിലുണ്ടായിരുന്നൊരു പൊട്ടക്കിണറ്റിലേക്ക് 2 തവളകൾ വീണുപോയി. കൂട്ടുകാരെല്ലാവരും പേടിയോടെ പരസ്പരം നോക്കി. കിണറ്റിൽ വീണ തവളകൾ പേടിച്ച് കരയുവാൻ തുടങ്ങി. ആഴമുള്ള പൊട്ടക്കിണറ്റിൽ നിന്ന് തവളകളുടെ ദയനീയമായ കരച്ചിൽ വളരെ നേർത്ത ശബ്ദത്തിൽ കൂട്ടുകാർ കേൾക്കുന്നു. ഇത്രയും ആഴമുള്ള കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു മാർഗവുമില്ല, കൂട്ടുകാർ പരസ്പരം പറഞ്ഞു. കിണറ്റിൽ വീണ തവളകൾ എങ്ങനെയും പുറത്തു കടക്കുവാനായി പരിശ്രമിക്കുന്നു. കൂട്ടുകാർ വിളിച്ചു പറയുന്നു, കൂട്ടുകാരെ, ഞങ്ങൾക്ക് വിഷമമുണ്ട്, പക്ഷേ ഈ കിണർ വളരെ ആഴമുള്ളതാണ്. ഇതിനുള്ളിൽ നിന്നും പുറത്തു കടക്കുക എന്നത് വളരെ അസാധ്യമായ കാര്യമാണ്. പക്ഷേ തവളകൾ വീണ്ടും രക്ഷപ്പെടുവാനായി പരിശ്രമിക്കുന്നു. കൂട്ടുകാർ വീണ്ടും വിളിച്ചു പറഞ്ഞു, ഒരുപാട് ആഴമുണ്ട് കിണറിന്, എത്ര ചാടിയാലും പുറത്തെത്താൻ സാധിക്കില്ല. ഇത് കേട്ട ഒരു തവള അതീവ ദുഃഖിതനായി. ചാടി ചാടി വളരെയധികം ക്ഷീണിച്ച് അവൻ ചാട്ടം നിർത്തി അടുത്ത ഒരു കല്ലിലിരുന്നു. എന്നാൽ ഒരു തവള ചാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. അവൻ ചാടി ചാടി ഒറ്റ കുതിപ്പിന് കരയിലെത്തി. വിജയത്തിൻ്റെ നിമിഷം. മറ്റു തവളകൾ അത്ഭുതത്തോടുകൂടി അവന് ചുറ്റും കൂടി. നീ മിടുക്കനാണ് കേട്ടോ, തവള ചോദിച്ചു. എന്താ പറഞ്ഞത്? ആ തവളയ്ക്ക് കാത് കേൾക്കില്ലായിരുന്നു. കൂട്ടുകാർ ഓരോ പ്രാവശ്യവും സാധിക്കില്ല സാധിക്കില്ല എന്നവനോട് പറയുമ്പോഴും കുറച്ചുകൂടി ശക്തിയിൽ ചാടുവാൻ കൂട്ടുകാർ പറയുന്നതായാണ് അവന് തോന്നിയത്. ഓരോ പരിശ്രമവും വിജയത്തിലേക്കുള്ള വഴി തുറക്കുന്നു. വഴിമുടക്കുന്ന വാക്കുകൾ കേൾക്കാതിരിക്കുക, പ്രോത്സാഹന വഴികൾ കണ്ടെത്തുക. വിജയം നിങ്ങൾക്കൊപ്പമാണ്. നന്ദി. ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.